അപ്പൊ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇറങ്ങിയാലേ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്ത് എല്ലാവർക്കുള്ള സംശയമാണ്, പണിഷതും സ്പൈഡർമാനും ഭയങ്കര പെട്ടെന്നാണ് കമ്പനി ആയത്. പക്ഷെ ഡേർഡബിളും പണിഷതും തമ്മിൽ എപ്പോഴും ഫൈറ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്താ ഇത്ര ബോണ്ടില്ലാത്തതെന്ന് തോന്നുന്നത്. ഇത് റീസൺ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബട്ട് നിങ്ങൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്തായാലും കണ്ടു നോക്കാം, എന്നിട്ട് ഇത് കാണാം. ഭയങ്കര സിമ്പിൾ റീസൺ ആണ്. നമുക്കറിയാം ഡേർഡബിളും പണിഷതും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ഐഡിയോളജി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. രണ്ടുപേരും തമ്മിൽ എഗ്രീയും ചെയ്യണമെന്നില്ല. പിന്നെ അവരൊരു ഫ്രണ്ട്ഷിപ്പ് കാണാൻ ഒരു ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മൊത്തം അതിനകത്ത്. നമ്മള് എല്ലാത്തിനും കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ തർക്കിച്ചിട്ടും അങ്ങനത്തെ രീതിയിലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാത്തൊരു ടൈപ്പാണ് ഡേർഡബിളും പണിഷതും. പക്ഷെ നമുക്ക് സ്പൈഡർമാൻ എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ സ്പൈഡർമാൻ ഡേർഡബിളിനെ പോലെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ് ചെയ്യണത് തെറ്റാന്ന് അറിയാം സ്പൈഡർമാന്, എന്നാലും കംപ്ലീറ്റ്ലി ആള് ചെയ്യണത് എതിർക്കണില്ല സ്പൈഡർമാൻ. ഒരു ആവശ്യം വന്നപ്പോൾ സ്പൈഡർമാൻ നേരെ ചെന്ന് പണിഷറിന്റെ നേരെ സഹായിക്കാൻ വേണ്ടി അത് പണിഷർ സഹായിക്കുകയും ചെയ്തു. അതിന്റെ റീസൺ പറയുന്നത് ഏത് സ്റ്റേറ്റ് ലൈനിൽ വെച്ച് പണിഷറെ രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ്. ബട്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് അത് ആ ഒരു ക്യാരക്ടറിന്റെ രീതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ പെട്ടെന്ന് ഒരു കമ്പനിയെ കൊണ്ടായത് ഒരു ചേട്ടനരിമാരെ പോലെ എനിക്കത് കണ്ടുപോകാൻ രസമായി തോന്നിയത്. അപ്പൊ ഇതൊക്കെയായിരിക്കും മെയിനായിട്ട് എൻ്റെ റീസൺ കാര്യങ്ങളും എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം.